ഗവർണർക്കെതിരായ ഉപരോധം തുടർന്ന എസ്എഫ്ഐ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഗവർണർക്കെതിരെ എസ്എഫ്ഐ ബാനർ ഉയർത്തി. ഇന്ന് ഗവർണർ സന്ദർശനം നടത്താനിരിക്കെയാണ് ചാൻസലർ ഗോ ബാക്ക് എന്നുൾപ്പെടെ എഴുതിയ ബാനർ ഉയർത്തിയത്. ദിസ്നയുണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനായി. ദിസ്ന, ഗവർണർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് എസ്എഫ്ഐ. അതോടൊപ്പം സർവകലാശാലകളിൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ ചാൻസലർ കൂടിയായ ഗവർണറെ കാല് കുത്തിക്കില്ല എന്ന പ്രഖ്യാപനമാണ് എസ്എഫ്ഐ നടത്തിയിരിക്കുന്നത്. അതിന് വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഗസ്റ്റ് ഹൗസിലാണ് ഇന്ന് ഗവർണർ താമസിക്കുകയും ചെയ്യുന്നത്. ദിസ്ന, കേൾക്കാമെങ്കിൽ എസ്എഫ്ഐയുടെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് ഗവർണറുടെ ഇന്നത്തെ ഈ ഒരു പരിപാടിക്ക് ഗവർണർ എത്തിച്ചേരുന്നത്. തീർച്ചയായും വിഷ്ണു പറഞ്ഞതുപോലെ തന്നെ എസ്എഫ്ഐയുടെ ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിരുന്നു ക്യാമ്പസുകളിൽ ഗവർണറെ കാലുകുത്താൻ അനുവദിക്കില്ല എന്നൊരു വെല്ലുവിളി. ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നെത്തുന്നത്. ഇന്ന് വൈകുന്നേരം 6:15 കൂടിയാണ് അദ്ദേഹം എത്തുക എന്നൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. തുടർന്ന് റോഡ് മാർഗം കാലിക്കറ്റ് ക്യാമ്പസിലേക്ക് അദ്ദേഹം എത്തുന്നു. 6:30 കൂടിയാണ് അദ്ദേഹം ഇവിടെ എത്തുന്നത് എന്നൊരു വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് എസ്എഫ്ഐയുടെ നേതൃത്വം ഒക്കെ തന്നെയും ഗവർണർക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തിൽ ആ വെല്ലുവിളി ഏറ്റെടുത്താണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ എത്തുന്നത്. ഇന്നു മുതൽ 18 വരെയാണ് കോഴിക്കോട് ജില്ലയിൽ അദ്ദേഹത്തിന് പരിപാടിയുള്ളത്. നാളെ ഒരു സ്വകാര്യ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. മറ്റന്നാൾ 18-ാം തീയതി ക്യാമ്പസിൽ നടക്കുന്ന ഏകദിന സെമിനാറിലും ആരിഫ് മുഹമ്മദ് ഖാന്റെ സാമീപ്യം ഉണ്ടാകും. ഇപ്പോൾ തന്നെ ക്യാമ്പസുകളിൽ ഗവർണർക്കെതിരെയുള്ള ഫ്ലക്സ് ബോർഡുകളൊക്കെ തന്നെയും നിരത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുന്നത്. ശാഖയിൽ പഠിപ്പിച്ചത് ക്യാമ്പസുകളിൽ പഠിപ്പിക്കേണ്ട സംഗീത് ചാൻസലർ ഗോ ബാക്ക് തുടങ്ങി ഇംഗ്ലീഷിൽ എഴുതിയ മുദ്രാവാക്യങ്ങൾ അടങ്ങിയ ബാനറുകളാണ് ഇപ്പോൾ ക്യാമ്പസുകളിൽ എസ്എഫ്ഐക്കാർ പ്രചരിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും വലിയൊരു സുരക്ഷാ സന്നാഹം തന്നെയാണ് ഗവർണർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. 300-ലധികം പോലീസ് സന്നാഹങ്ങളെ വിന്യസിപ്പിച്ചിട്ടുണ്ട് എന്നൊരു വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. വിഷ്ണു, ഇതിൽ പ്രധാനമായും ഗവർണർ ഈ ഒരു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് കോഴിക്കോട് എത്തിയിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. വിഷ്ണു, ദിസ്ന, നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഗവർണർക്കെതിരെ തിരുവനന്തപുരത്തുണ്ടായ പ്രതിഷേധം അത് വലിയ അതിക്രമത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഗവർണറുടെ വാഹനത്തിന് നേരെ എസ്എഫ്ഐ പ്രവർത്തകർ പാഞ്ഞെടുക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഗുരുതര സുരക്ഷാ വീഴ്ചയും ഇതുമായി ബന്ധപ്പെട്ട ഉണ്ടാകുന്ന സാഹചര്യവും നിലനിന്നിരുന്നു. ഇന്നിപ്പോൾ ഗവർണർ കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് എത്തുമ്പോൾ പ്രതിഷേധിക്കുമെന്ന് എസ്എഫ്ഐ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് ശക്തമാക്കിയിട്ടുണ്ടോ? തീർച്ചയായും കൊണ്ടോട്ടി പോലീസിനാണ് ഇത് സംബന്ധിച്ചൊരു ചുമതലയുമായി ബന്ധപ്പെട്ട് കൊണ്ടോട്ടി പോലീസിനാണ് ഇതിന്റെ ഒരു ഉത്തരവാദിത്വം ലഭിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ സാധിച്ചത്. ഏകദേശം 300-ലധികം പോലീസ് തന്നെയാണ് ക്യാമ്പസിനുള്ളിൽ വിന്യസിപ്പിച്ചിട്ടുള്ളത്. സർക്കാർ ഗസ്റ്റ് ഹൗസ് ഉണ്ടായിട്ടും തന്നെ ക്യാമ്പസിന്റെ ഗസ്റ്റ് ഹൗസിൽ തന്നെ താമസിക്കുമെന്ന് ഗവർണർ പറഞ്ഞതനുസരിച്ചാണ് കാലിക്കറ്റ് ക്യാമ്പസിന്റെ ഗസ്റ്റ് ഹൗസിൽ താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ഗവർണറും ഗവർണറുടെ ഉദ്യോഗസ്ഥരും അടക്കമുള്ള ആളുകൾ മാത്രമായിരിക്കും ഈ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുക എന്നൊരു വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമാവുന്നത്. ഇതിൽ ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന്റെ നേതൃത്വത്തിൽ 3 ഡിവൈഎസ്പിമാരും 6 സിഐമാരും അടക്കം 300-ലേറെ പോലീസുകാരാണ് Z+ വിഭാഗം സംരക്ഷണമുള്ള ഗവർണർക്ക് സുരക്ഷയൊരുക്കുക. കൂടാതെ അഗ്നിരക്ഷാ സേനയുടെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും സേവനവും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ 300-ലധികം പോലീസുകാരെ വിന്യസിപ്പിച്ചുകൊണ്ട് വലിയൊരു രീതിയിലുള്ള സുരക്ഷാ സന്നാഹമാണ് ഗവർണർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും എസ്എഫ്ഐയുടെ ഈ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുകയാണ് ഗവർണർ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. വിഷ്ണു, ശരി. ദിസ്ന സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ഗവർണർക്കെതിരെ ഉപരോധം തുടർന്ന എസ്എഫ്ഐ ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഗവർണർ കാലിക്കറ്റ് സർവകലാശാലയിലെത്തും. 2 ദിവസം അദ്ദേഹം ഔദ്യോഗിക പരിപാടികൾക്കായി കോഴിക്കോട് ഉണ്ട്.